ഹലോ ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു തുരുത്ത് പോയിട്ട് ആപ്പിൾ തിന്നിരുന്നു. അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാമെന്നായിരുന്നു കരുതിയത്. പക്ഷേ കാലാവസ്ഥ ഓക്കെ ആയി, നല്ല വെയിലൊക്കെ വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ബീച്ചിലൊന്ന് കുളിക്കാമെന്ന് വെച്ചു. ദ്വീപിലെ ബീച്ചിൽ കുളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ കരുതിയിരുന്നു. പക്ഷേ കാലാവസ്ഥ ശരിയില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയതായിരുന്നു. പക്ഷേ പിന്നെ ഓക്കെ ആയി. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സെറ്റപ്പൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ ഐറക്ക് ഒരു ബിക്കിനി സ്വിം സ്യൂട്ട്. ഐറ, ദിസ് ഈസ് ഫോർ യു ഐറ. ടിങ് അങ്ങനെ ഐറ സെറ്റായി. അപ്പോൾ നമ്മൾ സായിപ്പന്മാരെല്ലാം എല്ലാ സെറ്റപ്പോട് കൂടി നമ്മൾ കുളിക്കുന്ന കാണാറുണ്ട്. നമുക്കെന്താ അങ്ങനെ ആയിക്കൂടെ? അവിടെ നമ്മൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഐറക്ക് ഒരു ഗ്ലാസ്സും ഉണ്ട്, വാട്ടറിനെ വെള്ളത്തിൻ്റെ അകത്തിടാനുള്ള ഗ്ലാസ്, സ്വിമ്മിങ് ഗ്ലാസ്. പിന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ പറയാ, റിങ്ങാ ഇത് നമ്മളെ ബലൂണ് തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേ ഒക്കെ വാങ്ങിയ സാധനമാണ്. അത് വെച്ചിട്ടാണ് തെറിപ്പിക്കുന്നത്. ഇരുന്നില്ലല്ലോ. ഓക്കെ, ഇപ്പം അറിയുന്നുണ്ട്. അതിനാ നമ്മളിന്ന് പൊളിക്കും. ആരൊക്കെ സ്വിമ്മിങ് അറിയാം? സ്വിമ്മിങ് അറിയില്ലേ കുഴപ്പമില്ല, ട്യൂബ് ഉണ്ട്. ഇതാ ട്യൂബ് എനിക്ക് ട്യൂബ് എന്നാണ്. നോക്ക്, തടിക്കുന്നുണ്ടോ നോക്ക്. നല്ല പണിയുണ്ട് കേട്ടോ ഇത്. അപ്പം ഇത് ഈ ദ്വീപിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കുളിക്കാൻ പറ്റും. അതിലൊരു ആൾക്കാരൊക്കെ കുളിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ നമ്മുടെ നീരാട്ട് നടത്താൻ പോകുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു 19-20 ആ ഒരു ടെമ്പറേച്ചറാണ്, 20 ഡിഗ്രി ഒക്കെയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. വെള്ളം കണ്ടറിയണം. ഓക്കെ, ഇത് സെറ്റ്. അപ്പോൾ ഇത് നമ്മളെ വാട്ടർ പമ്പ്, കുട്ടികൾക്ക് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ സെറ്റാണ് കേട്ടാ. ബൈ ബൈ. നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ ഇത്. ആൾക്കാരൊക്കെ വന്നിട്ട്, പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ, പിന്നെ പുറത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് കുളിക്കുന്ന ഏരിയ ആണ്. പിന്നെ സേഫ്റ്റിക്കുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് ഇപ്പോൾ ആരുമില്ല. നമുക്ക് മുന്നേ 2 പേര് കുളിച്ച് പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ സ്വീഡിഷുകാർ, ഇപ്പം നമ്മളാണ്. ആരാ വെയിറ്റ്. നല്ല വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ്. സേഫ്റ്റിയുടെ സംഭവങ്ങൾ വേണ്ട. ഇത് വെള്ളത്തിലേക്ക് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഈ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് ജമ്പ് ചെയ്യാം. ഇവിടെ വലിയ ആഴമില്ല. ഐറ, അച്ഛൻ എടുത്തരാം വെള്ളം കേട്ടോ. വെള്ളം എടുത്തുതരാം. എൻ്റെ മൈക്കിൽ വെള്ളമായി. ഇത് ഐറയുടെ കുറേ ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഈ ഒരു പമ്പൊക്കെ എടുത്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബീച്ചിൽ നിന്ന് കുളിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന്ന് സാധ്യമായി. ഹാപ്പിയായി. ഐറ ജസ്റ്റ് വാ. അപ്പം ഞാനിനി മൈക്ക് അയച്ചു വെക്കുകയാണ്. പമ്പില് കേരെ
അവിടെ അവിടെ നല്ല തെളിഞ്ഞ വെള്ളം ഇറക്കാം. ഭയങ്കര അടിയിലൊരു അങ്ങോട്ടേ അടിക്കണം. അച്ഛനെ എത്തിരിക്കല്ലേ എങ്ങനെയുണ്ട്? സായിപ്പിന്റെ കുട്ടി കരിഞ്ഞ സായിപ്പിന്റെ കുട്ടീനെ പോലെ അല്ല. തണുത്തറില്ല, വലിയ കുഴപ്പമില്ല. ഇപ്പോൾ സമയം വൈകുന്നേരം 5:45. ഇന്ന് സണ്ണ് ആക്ച്വലി കുറവാണ്. അപ്പോൾ സണ്ണുള്ള സമയം നല്ല രസമാണ്. ക്യാമറമാൻ്റെ മേത്തടിക്കരുത്. നല്ല ബോസാണല്ലോ. സൂപ്പർ. ഇന്നത്തെ നീരാട്ടി കൂടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മളെ ബോട്ട് വരേണ്ട സമയമായി. മാത്രമല്ല നല്ല തണുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.